ഹലോ, വിങ്സ് അക്കാഡമിയുടെ ഇന്നത്തെ ക്ലാസ്സിലൂടെ എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മ പറയാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയ മെഷർമെന്റ്സ് ആൻഡ് യൂണിറ്റ്സ്. അതിലത്തെ കുറച്ച് ഇമ്പോർട്ടന്റ് ടോപ്പിക്സും അതുപോലെ തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടോപ്പിക് ഏതൊക്കെയാ നോക്കാം. ഒന്നാമത്തെ ടോപ്പിക് എന്താ? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, ഫണ്ടമെന്റൽ യൂണിറ്റ് അതിന്റെ സിമ്പിൾ. ഓക്കെ, അപ്പൊ ഞാൻ പറയാൻ പോണ കാര്യം ഇത്രയേ ഉള്ളൂ. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിക്ക് മുന്നേ എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്നുള്ളത് അറിഞ്ഞിരിക്കണം. എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി? എന്തായിരിക്കും? നമുക്കിപ്പോ മെഷർ ചെയ്യാൻ പറ്റണ എല്ലാത്തിനും നമ്മൾ എന്തെന്ന് പറയും? ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ബോഡിയുടെ വെയിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അളക്കാനായിട്ട് പറ്റും. അപ്പൊ അതെന്താണ്? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. അതുപോലെ തന്നെ ഈ ഭൂമിയിൽ എന്തൊക്കെ നമുക്ക് അളക്കാനായിട്ട് പറ്റോ അതിനൊക്കെ നമ്മൾ എന്തെന്ന് പറയും? ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയും. ഇനി അളക്കാൻ പറ്റാത്തത് ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഫീലിങ്സ്, അതുപോലെ അങ്ങനെ കുറെ എക്സാമ്പിൾസ് ഉണ്ട്. അപ്പൊ അളക്കാൻ പറ്റണതിനൊക്കെ നമ്മൾ എന്താണ് പറയാ? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്നാണ് പറയാ. അത് കുറെ ഉണ്ട്, നമ്മുടെ വിരലിൽ എണ്ണാൻ പറ്റാത്തത്രയും കുറെ ഉണ്ട്. അതില് 7 എണ്ണം മാത്രം എന്താണ്? ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ്. ഓക്കെ, ഈ ഫണ്ടമെന്റൽ യൂണിറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആരെയും ഡിപ്പെൻഡ് ചെയ്യണില്ല. ഞാനൊരു എക്സാമ്പിൾ അറിയാം, നോക്കി. നമുക്കറിയാം അല്ലേ, മിൽക്ക്. ഓക്കെ, മിൽക്കിൽ നിന്നാണ് എന്തുണ്ടാക്കുന്നത്? തൈരും അതുപോലെ തന്നെ ബട്ടറും അതുപോലെ കുറച്ച് സാധനങ്ങൾ മിൽക്കിൽ നിന്നാണ് ഉണ്ടാക്കണം അല്ലെ? മിൽക്കിൽ നിന്നാണ് ഇവരൊക്കെ ഉണ്ടാക്കണം. ഇനി മിൽക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കിയേ, മിൽക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ മിൽക്കിൽ നിന്ന് ഇവരുണ്ടാക്കാനായിട്ട് പറ്റുമോ? ഇല്ല അല്ലെ? അപ്പൊ ഇവരെന്താ ചെയ്യണേ? മിൽക്കിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണം അല്ലെ? മിൽക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവരില്ല. കേടും ഇല്ല ബട്ടറും ഇല്ല. മിൽക്കിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇവരുണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇവർ രണ്ടുപേരും എന്ത് ചെയ്യാണ്? മിൽക്കിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാണ്. പക്ഷെ മിൽക്ക് ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാ? ഇല്ല അല്ലെ? അപ്പൊ അതാണ് ഇവിടുത്തെ എന്ത്? ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതുപോലെ തന്നെയാണ് എന്ത്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ത് ചെയ്യണില്ല? ആരെയും ഡിപ്പെൻഡ് ചെയ്യണില്ല. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്നാണ് എന്ത് ചെയ്യണ? ബാക്കിയുള്ളവരെ ഡിറൈവ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പൊ ഈ മിൽക്ക് ഇരിക്കുന്ന സ്ഥാനത്തായിരിക്കും ആരിയ്ക്കുണ്ടാവുക? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഇരിക്കുന്നുണ്ടാവുക. അപ്പൊ കുറെ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ 7 എണ്ണാണ് എന്ത്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ, ഈ മിൽക്ക് പോലത്തെ എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണം. ഓക്കെ, അവരാരൊക്കെയാ നോക്കിയാലോ? ഒന്നാമത്തെ ആളാരാ? ലെങ്ത്. ലെങ്ത്തിന് നമുക്കറിയാം അല്ലെ, എന്താണ്? നീളമാണ്. നീളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അളക്കാനായിട്ട് പറ്റും. അതിന് ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്താ? മീറ്റർ. അതിന്റെ സിമ്പിള് എം ആണ്. അടുത്ത ആളാണ് മാസ്. നമ്മ കടയിൽ പോയിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഒരേ കാര്യങ്ങൾ അളന്നൊക്കെ വാങ്ങിക്കാറുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഒരേ ഒബ്ജക്റ്റിന്റെ മാസ് അളക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? കിലോഗ്രാം എന്ന് പറയുന്ന ബേസിക് യൂണിറ്റ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ടൈം, ഇലക്ട്രിക് കറണ്ട് അളക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉപയോഗിക്കുന്നത്. ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉപയോഗിക്കുന്നത് ഇലക്ട്രിക് കറണ്ട് അളക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ, നമ്മുടെ റൂമിന്റെ ടെമ്പറേച്ചർ നമുക്കറിയാം. വെതർ അതുപോലെ തന്നെ അളക്കാൻ നമുക്ക് ഡിഗ്രി സെൽഷ്യസിലാണ് അല്ലെ? ശരിക്കും പറഞ്ഞാല് ഡിഗ്രി സെൽഷ്യസ് ഉണ്ടെങ്കിലും ഇതിന്റെ SI യൂണിറ്റ് എന്താണ്? കെൽവിൻ ആണ്. എന്താണ്? കെൽവിൻ. ഓക്കെ, അതുപോലെ തന്നെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഇപ്പോ കെമിസ്ട്രിയിലൊക്കെ നമ്മൾ പഠിക്കും, ഇത്ര എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ, ഇത്ര എമൗണ്ട് ഓഫ് വാട്ടർ. അപ്പൊ അങ്ങനെ പഠിക്കും അല്ലെ? അപ്പൊ അതിൽ എന്തോരം ഹൈഡ്രജന്റെ അളവുണ്ട് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് എന്ത്? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ ലൂമിനസ് ഇന്റൻസിറ്റി. ഇപ്പോ ബൾബുകൾ പണ്ട് കാലത്ത് ഒരു മഞ്ഞ ബൾബാണ് ഉപയോഗിക്കുന്നത്, മഞ്ഞ ലൈറ്റ് വരുന്ന ബൾബ്. ഇപ്പൊ വെള്ള അല്ലെ? അതിന്റെ പ്രകാശത്തിന് എന്താണ്? വ്യത്യാസമുണ്ട്. ഇപ്പൊ ശരിക്കും മനസ്സിലാവണ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്സാമ്പിൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ബ്രൈറ്റ്നെസ്, അതിന്റെ ബ്രൈറ്റ്നെസ് നമുക്ക് അളക്കണം. അപ്പൊ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് എന്ത്? ലൂമിനസ് ഇന്റൻസിറ്റി. അവരുടെ യൂണിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സിമ്പിളും പഠിക്കണം കേട്ടാ. അപ്പോ ഇത് ടെക്സ്റ്റിൽ ഇല്ല, പക്ഷെ എന്ത് ചെയ്യണം? നമ്മൾ അറിഞ്ഞിരിക്കണം. എക്സാമിന് ചോദിക്കാനായിട്ട് വളരെയധികം ചാൻസ് ഉണ്ട്. അപ്പൊ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എത്രയാണ്? 7 എണ്ണം. അവരാണ് ഇവിടെ തന്നിക്കുന്നത്. അവരുടെ യൂണിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ആ യൂണിറ്റ് വേണ്ട സിമ്പിൾ ഉണ്ട്. ഇനി എന്താണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാനായിട്ട് പറ്റണം അല്ലെ? അപ്പൊ ഒന്ന് പഠിച്ചു വെക്കാം. എന്താണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ ക്വാണ്ടിറ്റീസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻഡിപെൻഡന്റ്ലി. ആരെയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ടാ? ഇല്ല. മിൽക്ക് ഇവിടെ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ടാ?
ഇങ്ങോട്ട് നോക്കി, മിൽക്ക് എന്ത് ചെയ്യണില്ല, ആരെയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണില്ല. അതുപോലെ തന്നെയാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ത്, ആരെയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണില്ല. അതുപോലെ തന്നെ എന്താണ്, കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേം ഓഫ് അതർ ക്വാണ്ടിറ്റീസ്. അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റി വെച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവരെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. വേറെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ വെച്ച് മറ്റൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ത് ചെയ്യണ്, എക്സ്പ്രസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോ തൽക്കാലം എന്തെടുക്കാം, ഏരിയ എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എടുക്കാം. ഏരിയ. ഓക്കെ, ഇതിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ലെങ്ത് വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പോവാണ്. ഏരിയ എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ ലെങ്ത് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി വെച്ച് എന്ത് ചെയ്യാൻ പോവാണ്, എക്സ്പ്രസ് ചെയ്യാൻ പോവാണ്. അതെങ്ങനെയാന്ന് നോക്കാം. അപ്പൊ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അല്ലെ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ട്ടാ. ഓക്കെ, ലെങ്ത് എന്ന് പറഞ്ഞാലും നീളമാണ്, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാലും നീളമാണ് അല്ലെ. ഒന്ന് നോക്കിയേ, ഇപ്പോ ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ദൂരം, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ദൂരം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും എന്താണ്, നീളമാണ്. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ലെങ്ത് ഇൻറ്റു ലെങ്ത് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ ആണോ? ഇതിനെ തന്നെ എനിക്ക് എങ്ങനെ എഴുതാം, എൽ ഇൻറ്റു എൽ എന്ന് എഴുതാം. ഈ എൽ ഇൻറ്റു എൽ എന്ന് പറഞ്ഞാൽ എന്താ, എൽ സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ ഏരിയ എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ ഞാൻ എങ്ങനെ എക്സ്പ്രസ് ചെയ്തത്, ലെങ്ത് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ സ്ക്വയർ വെച്ച് എന്ത് ചെയ്തു, ഏരിയ എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ എക്സ്പ്രസ് ചെയ്തു. അതുപോലെ വേറൊരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വേറൊരു ക്വാണ്ടിറ്റി വെച്ച് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റൂല. ഓക്കെ ആണല്ലോ. അപ്പൊ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിക്ക് രണ്ട് പ്രത്യേകതയാണ് ഉള്ളത്. എന്ത്, ഒന്നാമത്തത് അവരെ ആരെയും ചെയ്യണില്ല, ഡിപ്പെൻഡ് ചെയ്യണില്ല. രണ്ടാമത്തത് അവരെ വേറൊരു ക്വാണ്ടിറ്റീസ് വെച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് തന്നെ വേണം, ഇപ്പൊ ലെങ്തിനെ എക്സ്പ്രസ് ചെയ്യാൻ ലെങ്ത് തന്നെ വേണം. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിനെ എക്സ്പ്രസ് ചെയ്യാൻ അവർക്ക് മാത്രമേ പറ്റുള്ളൂ, വേറൊരു ക്വാണ്ടിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവരെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റൂല. ഇനി ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് അല്ലാത്ത ബാക്കിയുള്ള ഞാൻ പറഞ്ഞു അല്ലെ, കുറെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. അപ്പൊ അതിൽ കുറച്ചെണ്ണം അല്ലെങ്കിൽ 7 എണ്ണം ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ്, ബാക്കിയെല്ലാം എന്താണ്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. അപ്പൊ ഫണ്ടമെന്റൽ അല്ലാത്ത എല്ലാ ക്വാണ്ടിറ്റി നമ്മൾ എന്തെന്ന് പറയും, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയും. അവന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിയാലോ, എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് വെച്ച് എക്സ്പ്രസ് ചെയ്യണ എല്ലാ ക്വാണ്ടിറ്റിയും നമ്മൾ എന്തെന്ന് പറയും, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ഇവിടെ നോക്കി അല്ലെ, ഏരിയ എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ലെങ്ത് എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി വെച്ചാണ് എക്സ്പ്രസ് ചെയ്തേക്കുന്നത്. അപ്പൊ എന്താണത്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, അപ്പൊ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്, അതെല്ലാം എന്താണ്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. ഇനി ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ്സ് നമ്മൾ എന്ന് പറയും, ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയും. അതുപോലെ തന്നെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് നമ്മൾ എന്താ പറയാ, ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്നാണ് പറയാ. അപ്പോ ഈ 7 യൂണിറ്റ്സ് പഠിച്ചു വെക്കുക. ഇതല്ലാത്ത എല്ലാ യൂണിറ്റ്സ് എന്തായിരിക്കും, ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആയിരിക്കും. ബാക്കിയൊക്കെ ഫണ്ടമെന്റൽ. ഇനി അടുത്തത് മാസ്. എന്തായിരിക്കും മാസ്? ഒന്ന് വായിച്ചു നോക്കി. ദ എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ എ സബ്സ്റ്റൻസ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആൽക്കഹോൾ എടുക്കാം അല്ലെ. അപ്പൊ ആൽക്കഹോളില് കുപ്പിയുടെ ബാക്കിലൊക്കെ എഴുതിച്ചിട്ടുണ്ടാവും എന്ത്, ബിയർ ബോട്ടിലിന്റെ ബാക്കിലൊക്കെ എഴുതിയിട്ടുണ്ടാവും ചിലപ്പോ 90% ആൽക്കഹോളിന് എഴുതിയിട്ടുണ്ടാവും, 30% ആൽക്കഹോളിന് എഴുതിയിട്ടുണ്ടാവും, അതുപോലെ തന്നെ 20% ആൽക്കഹോൾ. അതിൽ എത്രയാണോ ആൽക്കഹോളിന്റെ കണ്ടന്റ് ഉള്ളത് എന്ത് ചെയ്തിട്ടുണ്ടാവും, എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അതാണ് എന്ത്, ഒരു സബ്സ്റ്റൻസിന്റെ മാസ് എന്ന് പറഞ്ഞാല്. ഓക്കെ, അതിന്റെ അളവ് അതിൽ എന്തോരം ഉണ്ടോ അതിന് നമ്മൾ എന്ന് പറയും, അതിന്റെ മാസ് എന്ന് പറയും. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 1 കിലോ പഞ്ചസാര എടുക്കാം. അപ്പൊ ഈ 1 കിലോ പഞ്ചസാരയില് എന്തോരം പഞ്ചസാരയുടെ അളവുണ്ടോ അതിന് നമ്മൾ എന്ന് പറയും, മാസ് എന്ന് പറയും. എന്തോരം പഞ്ചസാര ഉണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്, എന്തോരം പഞ്ചസാരയുടെ അളവുണ്ടോ അതിന് നമ്മൾ എന്താ പറയാ, മാസ് എന്നാണ് പറയാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇക്വേഷൻ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഓഡ് വൺ ഔട്ട് ഈച്ച് ഗ്രൂപ്പ്. നമുക്ക് 3 ഗ്രൂപ്പ് തന്നിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ നിന്ന് എന്ത് ചെയ്യണം, ഓഡ് വണ്ണിനെ സെലക്ട് ചെയ്യണം. ആൻഡ് എക്സ്പ്ലെയിൻ ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് ദി അതേഴ്സ്. ആ ഓഡ് വണ്ണിനെ സെലക്ട് ചെയ്തിട്ട് ബാക്കിയുള്ളവർക്കുള്ള കോമൺ ഫീച്ചർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കുമ്പോ തന്നെ എന്ത് മനസ്സിലാവും, കിലോഗ്രാം, സെക്കൻഡ്, മോള്, ഇവരൊക്കെ എന്താണ്, ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആണ്. നോക്കിയേ അല്ലെ, കിലോഗ്രാം, സെക്കൻഡ്, മോള്, ഇവരൊക്കെ എന്താണ്, ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആണ്.
കിലോമീറ്റർ ഫണ്ടമെന്റൽ യൂണിറ്റ് ആണോ? അല്ല അല്ലെ, മീറ്റർ ആണ് എന്ത് അവിടുത്തെ യൂണിറ്റ് ആയിട്ട് വരാം. അപ്പൊ ഇവര് മൂന്നുപേരും ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആയിരിക്കും. ഇതെന്താണ്? കിലോമീറ്റർ ലെങ്ത്തിന്റെ വേറൊരു യൂണിറ്റ് ആണ്. SI യൂണിറ്റ് ആണോ? അല്ല അല്ലെ. അപ്പൊ ഇതായിരിക്കും എന്ത് ഇതില് ഓഡ് വൺ. അതിന്റെ റീസൺ ചോദിച്ചാൽ എന്ത് പറയണം? ബാക്കിയുള്ള 3 പേരും ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ്. ഇനി അതുപോലെ തന്നെ ടൈം, ഏരിയ, മാസ്, ഇലക്ട്രിക് കറണ്ട്. ടൈം എന്ന് പറഞ്ഞാലും മാസ് എന്ന് പറഞ്ഞാലും ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാലും എന്താണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് അല്ലെ. ടൈം, മാസ്, അതുപോലെ തന്നെ എന്താണ്? ഇലക്ട്രിക് കറണ്ട് എന്താണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ്. അതില് ഏരിയ എന്ന് പറയുന്ന എന്താണ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. ഇനി അടുത്ത ഗ്രൂപ്പ് നോക്കിയേ. മീറ്റർ ഉണ്ട്, കിലോഗ്രാം ഉണ്ട്, സെക്കൻഡ് ഉണ്ട്. ഇവര് 3 പേരെന്താണ്? SI യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ്. ഈ ഡിഗ്രി സെൽഷ്യസ് എന്തല്ല? ഫണ്ടമെന്റൽ യൂണിറ്റ് അല്ല. അപ്പൊ ഇവിടുത്തെ ഓട് വണ്ണാരാ? ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ അല്ലേ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ നോക്കിയാലോ. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഡിഫറെന്റ് യൂണിറ്റ് ഓഫ് ലെങ്ത് ആർ ഗിവൺ ബിലോ അല്ലെ. ലെങ്ത്തിന്റെ കുറച്ച് യൂണിറ്റ്സ് തന്നിട്ടുണ്ട്. അതിൽ എന്ത് ചെയ്യണം? ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നമുക്ക് പൂരിപ്പിക്കണ്ടേ? 1 കിലോമീറ്റർ ഇസ് ഇക്വൽ ടു ഡാഷ് മീറ്റർ. 1 കിലോമീറ്റർ എത്ര മീറ്റർ ആണ്? 1000 മീറ്റർ ട്ടാ. അതുപോലെ തന്നെ 1 മില്ലിമീറ്റർ എത്ര മീറ്റർ ആണെന്നാണ് ചോദിക്കുന്നത്. 1 മില്ലിമീറ്റർ 1/1000. ഓക്കെ. അതുപോലെ തന്നെ 1 സെന്റിമീറ്റർ എത്ര മീറ്റർ ആയിരിക്കും? 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ ട്ടാ. ഓക്കെ. എത്ര സെന്റിമീറ്റർ ആണ് 1 മീറ്റർ എന്ന് ചോദിച്ചിട്ടുണ്ട്. എത്ര സെന്റിമീറ്റർ ആണ്? 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ എന്ന് പറയാം. ഇനി അടുത്തത്, കൺവേർട്ട് ദ ഫോളോയിങ് മെഷർമെന്റ് ടു SI യൂണിറ്റ് വിത്തൗട്ട് ചേഞ്ചിങ് ദെയർ വാല്യൂസ്. അപ്പൊ ഗ്രാം എന്ന് പറയുന്നത്, അവർ എന്ന് പറയുന്നതും, കിലോമീറ്റർ എന്ന് പറയുന്നതും, സെന്റിമീറ്റർ എന്ന് പറയുന്നതും ഇതൊന്നും അവരുടെ എന്തല്ല? SI യൂണിറ്റ്സ് അല്ല. നമ്മ എന്ത് ചെയ്യണം? ഇവരെ SI യൂണിറ്റിലോട്ട് ആക്കണം. അവിടെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? അവരെ വാല്യൂസ് ചേഞ്ച് ചെയ്യാനായിട്ട് പാടില്ല. ഇനി ആദ്യം തന്നെ ഗ്രാമിനെ നമുക്ക് എന്താക്കണം? SI യൂണിറ്റിലോട്ട് ആക്കണം. അപ്പൊ മാസിന്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കിലോഗ്രാം ആണ്. ഓക്കെ. അപ്പൊ ഗ്രാമിനെ കിലോഗ്രാം ആക്കായിട്ട് എന്താ വഴി? ഇൻറ്റു 1/1000 ചെയ്താൽ മതി. ഓക്കെ. ഗ്രാമിനെ കിലോഗ്രാം ആക്കാൻ ഇൻറ്റു 1/1000. അപ്പൊ ഇവിടെ 2000 ഉണ്ട്. അപ്പൊ 2000 എന്ത് ചെയ്യണം? ഇൻറ്റു 1/1000. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 0 വെട്ടിക്കളയാം. 2/1 വരും. ഉത്തരത്തിൽ കിട്ടി 2. ഓക്കെ അല്ലേ? 2 കിലോഗ്രാം ട്ടാ. അപ്പൊ 2000 ഗ്രാം എത്ര കിലോഗ്രാം ആണ്? 2 കിലോഗ്രാം ആണ്. ഇനി അവർ എന്ന് പറയണ ടൈമിന്റെ SI യൂണിറ്റ് എന്തിട്ടാണ്? സെക്കൻഡ് ആണ്. അപ്പൊ അവർ നമുക്ക് എന്ത് ചെയ്യണം? സെക്കൻഡിലോട്ട് മാറ്റണം. അപ്പൊ ഇനി ഹവറിനെ സെക്കൻഡിലോട്ട് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 60 × 60. ഓക്കെ. ഇപ്പൊ 1 ഹവറിനെ ആക്കാൻ എനിക്ക് എന്ത് ചെയ്യണം? 60 × 60. ഉത്തരത്തിലാണ് വരാ 3600 സെക്കൻഡ്. ഓക്കെ. ഇത് 5 അല്ലാട്ട, സെക്കൻഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ 1.5 കിലോമീറ്റർ എനിക്ക് എന്ത് ചെയ്യണം? അതിന്റെ SI യൂണിറ്റിലോട്ട് ആക്കണം. അതിന്റെ SI യൂണിറ്റ് എന്താ? മീറ്റർ അല്ലെ. ലെങ്ത്തിന്റെ SI യൂണിറ്റ് മീറ്റർ ആണ്. അപ്പൊ 1.5 കിലോമീറ്റർ മീറ്റർ ആക്കണം. കിലോമീറ്ററിന് മീറ്റർ ആക്കാൻ ചെയ്യേണ്ട കാര്യം ഇൻറ്റു 1000 ചെയ്താൽ മതി. ഇൻറ്റു 1000. അപ്പൊ ഇവിടെ 1.5 കിലോമീറ്റർ ആണ്. അതിനെന്ത് ചെയ്യണം? ഇൻറ്റു 1000 ചെയ്യണം. എന്തിന്? മീറ്ററിലോട്ട് ആക്കാൻ വേണ്ടിട്ടാ. അപ്പൊ 1.5 എന്ത് ചെയ്താൽ മതി? പോയിന്റ് ഇല്ലാണ്ട് ഇവർ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ വാല്യൂ എഴുതാം. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ആ പോയിന്റ് ഇവിടെ ഒരു സംഖ്യ ഉണ്ടല്ലേ പോയിന്റ്. അപ്പൊ ഇവിടെ ഒരു സംഖ്യ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? പോയിന്റ് ഇട്ട് കൊടുക്കുക. അതാണ് സിമ്പിൾ വഴി ട്ടാ. അപ്പൊ ഉത്തരത്തിൽ കിട്ടി 1500. ഇനി 200 സെന്റിമീറ്റർ എന്താക്കണം? എനിക്ക് മീറ്ററിലോട്ട് ആക്കണം. അപ്പൊ മീറ്ററിലോട്ട് ആക്കാൻ എന്ത് ചെയ്താൽ മതി? 1/100 ട്ടാ. ഇൻറ്റു 1/100. ഓക്കെ. അപ്പൊ 200 ഇൻറ്റു 1/100 എത്ര വരും? 2 മീറ്റർ. യൂണിറ്റ് ചെയ്താൽ മറക്കരുത് ട്ടാ. 1500 മീറ്റർ.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫറെന്റ് യൂണിറ്റ്സ് ഓഫ് മാസ് ആർ ഗിവൺ ബിലോ. മാസിന്റെ കുറച്ച് യൂണിറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അറേഞ്ച് ദം ഇൻ ദ അസെൻഡിങ് ഓർഡർ ഓഫ് ദെയർ വാല്യൂസ്. ഇത് നമുക്ക് എന്ത് ചെയ്യണം, അവരുടെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ, ചെറുതിൽ നിന്ന് വലുതിലോട്ട്. അപ്പൊ ഇവിടെ ഏറ്റവും ചെറുതാരായിരിക്കും, ഇതിലെ ഏറ്റവും ചെറുതാരാ, മില്ലിഗ്രാം അല്ലെ. അപ്പൊ ഫസ്റ്റത്തെ ആളാരാണ്, മില്ലിഗ്രാം. മില്ലിഗ്രാം കഴിഞ്ഞിട്ട് ഏറ്റവും ചെറുതാരാ ഇതില്, ഗ്രാം അല്ലെ. അപ്പൊ രണ്ടാമത്തെ ആള് ഗ്രാം ആണ്. ഗ്രാം കഴിഞ്ഞിട്ട് കിലോഗ്രാം. ഇതിൽ ഏറ്റവും വലുതാരാണ്, കിൻഡൽ ആണ്. ഓക്കെ അല്ലേ. പിക്ക് ഔട്ട് ദ കറക്റ്റ് റെപ്രസെന്റേഷൻ ഓഫ് യൂണിറ്റ്സ് ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. നമുക്ക് തന്നിരിക്കുന്നതിൽ കറക്റ്റ് റെപ്രസെന്റേഷൻ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. നമുക്കൊരു 10 റൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ എഴുതാനായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ 10 റൂൾസും തെറ്റിക്കാതെ ഉള്ള സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. തെറ്റിച്ച് കഴിഞ്ഞാൽ എന്താണ്, അത് കറക്റ്റ് റെപ്രസെന്റേഷൻ ആണോ അല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, തെറ്റിക്കാതെയുള്ള ആൾക്കാരെ കണ്ടുപിടിക്കണം. അപ്പോ ഫസ്റ്റത്തെ എ എന്നുള്ളത് നോക്കാം. ഇവിടെ വല്ല റൂൾസ് തെറ്റിച്ചിട്ടുണ്ടാ, ഉണ്ട് അല്ലെ. എന്താണ് ആ റൂൾസ്, ഇത് കഴിഞ്ഞിട്ട് ഇവിടെ എന്ത് ചെയ്യണം, ഒരു സ്പേസ് ഇടണം. സ്പേസ് ഇട്ടാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് കറക്റ്റ് റെപ്രസെന്റേഷൻ ആവുള്ളൂ. സ്പേസ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, അത് കറക്റ്റ് റെപ്രസെന്റേഷൻ ആണോ അല്ല. അതൊരു റൂളാണ് അവിടെ സ്പേസ് ഇടുന്നത്. അപ്പൊ ആ റൂൾ എന്ത് ചെയ്തു, അവര് തെറ്റിച്ചു. അപ്പൊ ഇത് കറക്റ്റ് റെപ്രസെന്റേഷൻ അല്ല. അതുപോലെ തന്നെ 307 മീറ്ററും 650 സെന്റിമീറ്ററും അങ്ങനെ പറയാൻ പാടുണ്ടാ, ഇല്ല. അതും എന്താണ്, ഒരു റൂളാണ്. ഒരു യൂണിറ്റ് വെച്ച് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒരേ സമയം 2 യൂണിറ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ആ റൂൾ അവിടെ തെറ്റിച്ചു. അതുകൊണ്ട് ഇത് എന്താണ്, തെറ്റാണ്. ഓക്കെ. ഇവിടെ വല്ല റൂള് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാ, ഇല്ല അല്ലെ. അവിടെ ഒരു റൂളും ബ്രേക്ക് ചെയ്തിട്ടില്ല. സ്പേസ് ഇട്ടിട്ടുണ്ട്, അങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെന്താണ്, ശരിയാണ്. ഇനി 25 ഗ്രാം. ഈ 25 ഗ്രാമില് സ്പേസ് ഇട്ടിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു പ്രത്യേകത ഉണ്ട്, ഈ ഗ്രാമിന്റെ ഇതെന്താണ്, ക്യാപിറ്റൽ ലെറ്റർ ആണ്. അങ്ങനെ ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, എഴുതാനായിട്ട് പാടില്ല. ക്യാപിറ്റൽ ലെറ്റർ എഴുതും എപ്പോഴാണെന്ന് അറിയോ, ഓരോരുത്തരുടെ പേര് വെച്ച് റെപ്രസെന്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ക്യാപിറ്റൽ ലെറ്റർ എഴുതാം. അപ്പൊ നേരത്തെ നമ്മ ഫണ്ടമെന്റൽ യൂണിറ്റ് പഠിച്ചപ്പോ അതിൽ കണ്ടില്ലേ, കെൽവിൻ എന്ന് പറഞ്ഞ ഒരു പേരാണ്. അപ്പൊ എന്താണ്, ക്യാപിറ്റൽ ലെറ്റർ. അതുപോലെ ആംബിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പേരാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ക്യാപിറ്റൽ ലെറ്റർ എഴുതണത്. അപ്പൊ പേരുകൾ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്യാപിറ്റൽ ലെറ്റർ എഴുതാനായിട്ട് പറ്റുള്ളൂ. ഇനി പേരല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, ക്യാപിറ്റൽ ലെറ്റർ എഴുതാനായിട്ട് പാടില്ല. ഇവിടെ പേര് അറിഞ്ഞില്ല ഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ അത് എന്ത് ചെയ്തു, ക്യാപിറ്റൽ ലെറ്റർ വെച്ച് എഴുതി. അതെന്താണ്, ആ റൂൾ എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു. ഓക്കെ അല്ലേ. അപ്പൊ ആകെ ശരി ഉത്തരം എത്രയാണ്, 10 മില്ലിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്മോളസ്റ്റ് വാല്യൂ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് യൂസിങ് ആൻ ഇൻസ്ട്രുമെന്റ് ഈസ് ഇറ്റ്സ് ഡാഷ്. എന്തായിരിക്കും, ലീസ്റ്റ് കൗണ്ട് അല്ലേ. ഒരു ഡിവൈസ് വെച്ച് അളക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് വെച്ച് ഏറ്റവും ചെറിയ അളവ്, അത് വെച്ച് അളക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവിന് നമ്മൾ എന്താണ് പറയാ, ലീസ്റ്റ് കൗണ്ട് എന്നാണ് പറയാ. അപ്പൊ ഇപ്പൊ സ്കെയിൽ എടുക്കാന്ന് പറഞ്ഞാൽ സ്കെയിൽ അളക്കാനാണ് ഉപയോഗിക്കുക. അപ്പൊ സ്കെയിലിന്റെ ഏറ്റവും ചെറിയ അളവ് അളക്കുന്നത് എത്രയായിരിക്കും, 0.1 ആയിരിക്കും അല്ലെ. അപ്പൊ അതാണ് എന്ത്, സ്കെയിലിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയാം. അപ്പൊ ഏത് ഡിവൈസ് ആയാലും അതിനൊരു ചെറിയ വാല്യൂ ഉണ്ടാവും, ഏറ്റവും ചെറിയ വാല്യൂ ഉണ്ടാവും. അതിന് നമ്മൾ എന്താണ് പറയാ, ലീസ്റ്റ് കൗണ്ട് എന്നാണ് പറയാ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടാ. ഓക്കെ, താങ്ക് യു.